ഹലോ നമസ്കാരം, ഏവർക്കും മാർഷൽ സാദിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ. ലോകം ഇന്ന് ഒന്നാകെ പേടിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, ലേവ്യത്താൻ എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ. അതായത് ലേവ്യത്താൻ എന്താണെന്ന് അറിയില്ലാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ലോകാവസാനത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ കടലിൽ നിന്ന് ഒരു വലിയ ജീവി ഉയർന്നു വരും എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ്ത്യൻ ബൈബിളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഓരോ ജീവികളെ പറ്റിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ബൈബിളിലാണ് ഈ ലേവ്യത്താൻ എന്നുള്ളൊരു പേരും അതിന് ലിഥ്യാവാൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേരും അതിനോടനുബന്ധിച്ചുള്ള വർണ്ണനകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമയം അടുത്ത് വരുന്നു എന്നും അങ്ങനെ ഒരു വലിയ ജീവി ആ ഒരു കടലിൽ നിന്ന് ഉയർന്നു വരുന്നതും മനുഷ്യനെ കൊണ്ട് എതിരേൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതിനകത്ത് എന്തൊക്കെ വസ്തുതകളുണ്ട് എന്ന് നോക്കാം. ഒരു കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാനും ശ്രദ്ധിക്കണം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന സബ്ജക്റ്റാണ് ലോകാവസാനം, ലേവ്യത്താൻ എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ വരവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഭൂമിയിൽ ഭൂമികുലുക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രവചനങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു കാര്യങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഈ ഒരു വീഡിയോയിലൂടെ തിരക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരംഭമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലുള്ള ജീവികൾ, അതായത് കടലിൻ്റെ അടിത്തട്ടുകൾ, അതായത് നമുക്ക് കടൽ എത്രമാത്രം നമ്മൾ പര്യവേഷണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രനിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആകാശത്തെ പറ്റി കുറേ പഠിച്ചിട്ടുണ്ടെങ്കിലും കടലിനെ പറ്റി ഏകദേശം 5 മുതൽ 10% മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും വലിയ ഒരു സംഭവമാണ് ഈ കടൽ എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളമാണെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വലിയ കടലിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്, ഇതിനെന്തോരം ആഴവും പരപ്പുമുണ്ട്. ഈ ആഴവും പരപ്പും ഉള്ളിടത്ത്, അതായത് മനുഷ്യനെ കയറി ചെല്ലാൻ പറ്റാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ എന്തോരം ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സമൂഹമുണ്ട്. നമുക്കറിയാം, ടൈറ്റാൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ സബ്മറൈൻ പോലെ ആ ഒരു മെഷീൻ കുറച്ച് ആൾക്കാരെ വഹിച്ചുകൊണ്ട് ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയൊരു കഥ നിങ്ങൾക്കറിയാം. അത് ഏകദേശം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആകുന്നു. അപ്പോൾ ആ ടൈറ്റാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ അത് അകത്തേക്ക് സ്ഫോടനം ഉണ്ടാകുകയാണ്. പുറത്തേക്കല്ല, അകത്തേക്ക് സ്ഫോടനം ഉണ്ടായി ആ ഒരു പേടകം വളരെ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ ആ ചുരുങ്ങിപ്പോയ ആ ഒരു ടാങ്കർ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്ന ആ ഒരു സാധനം എത്രത്തോളം പവർ കൊണ്ടായിരിക്കും അത്രയും ചുരുങ്ങിപ്പോകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അത്രമാത്രം പവറാണ് കടലിൻ്റെ ഓരോ മീറ്റർ താഴേക്ക് ചെല്ലുമ്പോഴും ഉണ്ടാകുന്നത്. നമ്മൾ ഈ മുകളിൽ കാണുന്ന ആ ഒരു പവറല്ല വെള്ളത്തിൻ്റെ താഴേക്ക് ചെല്ലുന്നതിനനുസരിച്ച് നമ്മൾ അസ്ഥികൾ നുറുങ്ങുന്ന രീതിയിലുള്ള പവറുള്ള ആ ഒരു ഘടനയാണ് കടലിനുള്ളത്. മരിയാന ട്രെഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ആഴത്തിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടുള്ളത്, ഡൈവേഴ്സ് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അതിലും ആഴമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കടലിലുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ പണ്ട് ഇവിടെ കരയായിരുന്ന സ്ഥലങ്ങളും ഒക്കെ ഇന്ന് കടലാണ്, അവിടെ കടലായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് കരയാണ് എന്നുള്ള വാദങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ, ഇങ്ങനെയുള്ള പരിസ്ഥിതികളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. നമ്മൾ വിചാരിക്കും അത്രയും പ്രഷറിൽ എങ്ങനെയാണ് ജീവികൾ ജീവിക്കുന്നത്, അങ്ങനെയൊന്നും ജീവികളില്ല, നമ്മളായിരിക്കും സുപ്രീം അതോറിറ്റികളൊക്കെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാലാവസ്ഥകളെ അതിജീവിക്കാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മത്സ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഉരകവർഗ്ഗങ്ങളും ഒക്കെ അതിൽ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പഠനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം തീരെ തടിയുന്ന ഒരു മത്സ്യത്തെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെർട്ടിക്കലി എല്ലാ മീനുകളും ഇങ്ങനെ പോകുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ പോകുന്നൊരു മീൻ, അതായത് ഒരു ഓർഫിഷ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സിൽവർ കളറുള്ള ഒരു മീനിൻ്റെ ചിത്രവും ഒരു വീഡിയോയും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഓറഞ്ച് ലൈനൊക്കെയുള്ള ആ ഒരു ജീവി, ആ ഒരു മീൻ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ട് കരയിലേക്ക് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെയാണ് ശരിക്കും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ലോകാവസാനവുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫിഷ് കരയിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമുക്ക് പറയാനുള്ളത് ആംഗ്ലർ ഫിഷുകൾ എന്ന് പറയുന്ന ഒരു വിചിത്ര മുഖമുള്ള ഒരു ഫിഷിനെ പറ്റിയാണ്. അതായത് തലയിൽ ഒരു ചെറിയ ആൻറ്റിന പോലെയുള്ള ഒരു ലൈറ്റൊക്കെ ഘടിപ്പിച്ച പോലെയുള്ള ഒരു ചെറിയ തീപ്പന്തം പോലെ ഇങ്ങനെ ആട്ടി പോകാൻ പറ്റുന്ന ഒരു ജീവി. അതായത് നമ്മൾ ഇന്നോളം അങ്ങനെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ചിരപരിചിതമല്ലാത്തൊരു ജീവിയാണ് ഈ ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്നത്. ആംഗ്ലർ ഫിഷ് ഒരിക്കലും അങ്ങനെ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരാറില്ല. അതൊരു പരിധിയിൽ താഴെ മാത്രം ജീവിക്കുന്ന ഒരു മത്സ്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള
മത്സ്യങ്ങളെയൊക്കെ പുറം ലോകത്ത് കാണുന്നു. അങ്ങനെയുള്ള മത്സ്യങ്ങളെയൊക്കെ വീഡിയോകളിലും ഒക്കെ കാണാൻ തുടങ്ങുന്നതോടെ ആൾക്കാരെ പാനിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതിനെപ്പറ്റി ആലോചിക്കുകയും പല മിത്തുകളും പല ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പും ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഭൂമിക്ക് ദോഷമാണെന്നും ആ ഭൂമിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഈ ലേവ്യത്താൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ പറയുന്നത് 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ ഒരു ജീവിയുടെ ഘടന എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഇൻ്റർനെറ്റൊക്കെ സർഫ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ആ ജീവിയെ പറ്റിയാണ് പറയുന്നതെന്നും ആ ജീവിക്ക് മനുഷ്യനെതിരിടാൻ പറ്റാത്ത, അതായത് മനുഷ്യനെക്കാട്ടിലും പവറുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വെപ്പൺ കൊണ്ടുപോലും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. ഒരുപാട് ഇവിടെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മസിലുകളുള്ള രീതിയിൽ, വലിയ കൂർത്ത പല്ലുകളൊക്കെയുള്ള രീതിയിൽ ഒരു വലിയ ജീവിയാണ്. അത് തീയാണ് ശ്വാസമായി എടുക്കുന്നതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വലിയ കഥകളും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ഇത് വിശ്വസനീയമാണെന്നോ ഒന്നും നമുക്കറിയില്ല. ബൈബിളിൽ തുടർന്ന് വായിക്കുമ്പോൾ പല അധ്യായങ്ങളിലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അവസാന നാളുകളിൽ, അതായത് ദൈവവുമായിട്ടൊരു യുദ്ധം നടക്കും, ദൈവം അങ്ങനെ ഇതിനെ കൊല്ലും എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ദൈവം ഇതിനെ കൊന്നിട്ട് ദൈവം തൻ്റെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ, ശേഷിക്കുന്ന ഭൂമിയിലുള്ള തൻ്റെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ തുകൽ കൊണ്ട് ഒരു വലിയ കൂടാരമുണ്ടാക്കുമെന്നും അതിൻ്റെ താഴെ ഇതിൻ്റെ മാംസം ഭക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കുമായിട്ട് മാംസം പാകം ചെയ്ത് നൽകുമെന്നും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ശരിക്കും ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ ഒരു കഥകളും ഈ ഒരു സാഹചര്യങ്ങളുമൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും മനുഷ്യനൊക്കെ ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഇങ്ങനത്തെ മത്സ്യങ്ങൾ അവിടുന്ന് വരുന്നതിന്, കടലിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൂടാതെ ഇപ്പോൾ സുനാമി, ഭൂമി കുലുക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ പശുക്കൾ, പട്ടികൾ അല്ലെങ്കിൽ കിളികൾ ഒക്കെ വളരെ വലിയ ബഹളമുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ? അതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്. കാരണം നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത പല ഭൂമിയുടെ കമ്പനങ്ങളും പ്രകമ്പനങ്ങളും ഒക്കെ ഈ ജീവികൾക്ക് മനസ്സിലാകും പെട്ടെന്ന് എന്നുള്ളതാണ് ഒരു സത്യം. കാരണം നമ്മളെക്കാട്ടിലും മണ്ണിനോടും ഒക്കെ ഇണങ്ങി ജീവിക്കുന്ന ജീവികളാണത്. പ്രകൃതിയുടെ തന്നെ കുറേ ഒരു രീതികളിൽ ജീവിക്കുന്ന ജീവികളായതുകൊണ്ട് അതിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഭൂമിയിലെ കമ്പനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ നാൽക്കാലികൾക്കും ഉരകങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെയാണ്. നിങ്ങൾ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു വലിയ ഉരുൾപൊട്ടുണ്ടായ സമയത്ത് ഒരു തത്തയുടെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കിങ്ങിണി എന്ന് പറയുന്ന ഒരു തത്തയുടെ കഥ. അത് ഈ അവസരത്തിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. കാരണം ആ തത്തയ്ക്ക് അതിനെപ്പറ്റി ഒരു സെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ കേട്ടപ്പോൾ തന്നെ ഈ തത്തയ്ക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് ഈ തത്ത വളരെ വൈകാരികമായിട്ട് അതിൻ്റെ ശരീരത്ത് കൊത്തിപ്പറിക്കാനും അത് ആ കൂടിന് അകത്ത് കിടന്ന് വളരെ വെപ്രാളം കാണിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ പേടിച്ചിട്ട്, ഇതിനെന്ത് പറ്റിയെന്ന് അറിയാതെ പേടിച്ചിട്ട് ഡോക്ടറെയൊക്കെ വിളിച്ച് ചോദിക്കുന്ന കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന 2 പോസിബിലിറ്റി ആണല്ലോ. ഒന്ന്, അതിനെന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും പ്രശ്നം കാണും. 2, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം അതിനറിയാവുന്നത് എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തൻ്റെ ശരീരത്തെ കൊത്തിപ്പറിച്ച് തൻ്റെ തോലുകളൊക്കെ പൊഴിക്കാനും അവരെ ഇൻഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നും ലാസ്റ്റിൽ അവർ രക്ഷപ്പെടുക അവിടുന്ന്. അവരങ്ങനെ ഇത് തത്ത ഒരു സൈൻ തരുന്ന ആവാം എന്ന് പറഞ്ഞിട്ടൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നൊക്കെ ഇങ്ങനെ ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വന്ന് മാഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ ജീവികൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലേവ്യത്താൻ എത്ര വലിയ ഒരു കടൽ ജീവിയാണെങ്കിലും കടലിൽ ഇതുപോലത്തെ ഒരുപാട് ജീവികളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ശരീരഘടനയും ആ ഒരു രീതികളും ആ ഒരു ഭക്ഷണ രീതികളും അതിൻ്റെ കാഴ്ച പോലും ഇത്രയും ഇരുട്ടത്ത് എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വലിയ ജീവിയെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ജീവി ഉണ്ടോ, അതിനൊരു രൂപമുണ്ടോ, അതിന് എത്രമാത്രം വലിയ രൂപമാണ്, അതെങ്ങനത്തെ ഘടനയിൽ ജീവിക്കുന്നതാണ്, ഭൂമിയിലേക്ക് അതിന് വരാൻ കഴിയുമോ, ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെ കുറേ കെട്ടുകഥകളും മിത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ലോകാവസാനം അല്ലെങ്കിൽ ഇങ്ങനൊരു ജീവിയുടെ വരവ് എന്നൊക്കെ നമ്മൾ പേടിക്കുന്നത്. ശരിക്കും ന്യൂക്ലിയർ റിയാക്ഷനുകളും ഒക്കെ ഒരുപാട് നടത്തുന്നത്, നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്, കണികാ പരീക്ഷണം വരെയും നമ്മൾ നടത്തുന്നത് കടലിൻ്റെ അടിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ കടലിൻ്റെ അടിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ തുടങ്ങിയവയുടെ അതിപ്രസരമുണ്ട്. അപ്പോൾ എന്ത് ലോകത്ത് എന്ത് നടന്നാലും ശരിക്കും ഇത് വൈറലാവുകയാണ് ചെയ്യുന്നത്. ഓരോ വാർത്തകളും പെട്ടെന്നാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് വളരെ 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 പെട്ടെന്ന് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ജീവികൾ വന്നാലോ തീരത്തടിഞ്ഞാലോ ഒന്നും പൊതുവെ അറിയുന്നില്ലായിരുന്നു. ഇപ്പം ഒരു തിമിംഗലം തീരത്ത് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ എടുക്കുന്നു, പല പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നു, പല ആൾക്കാർ ഷെയർ ചെയ്യുന്നതിലൂടെ ആ വീഡിയോ ഫോട്ടോ ഒരുപാട് ദൂരേക്ക് പോകുന്നു. എന്നാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒന്നുകിൽ ദേശാടന കിളികൾ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചോ ഈ ജീവികൾ
ജീവികൾ ചിലപ്പോൾ മുകളിലേക്ക് വരുന്നുണ്ടാവാം. പക്ഷേ അത് ആ ദേശത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു വാർത്തയായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ടാവാം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം ഒരുപാടിടങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തുന്നതുകൊണ്ടാവാം നമ്മൾ ചിലപ്പോൾ പാനിക്കാവുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കണികാ പരീക്ഷണം അല്ലെങ്കിൽ അറ്റോമിക പരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കടലിനടിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്നുള്ള എന്തെങ്കിലും വികിരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കടലിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടാവാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടും ഇങ്ങനെയുള്ള ജീവികൾ ഈ ഉപരിതലത്തിലേക്ക് വന്നേക്കാം എന്ന് നമുക്കൊരു അനുമാനമുണ്ട്. മൂന്നാമതായിട്ട് ആഗോളതാപനം ഭൂമിയിൽ ഉണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് മനസ്സിലാവുന്നതിലുപരി നമ്മളൊരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നതിലുപരി വലിയ 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 മാറ്റങ്ങളാണ് ഈ ഓയിൽ കുഴിച്ചെടുക്കുന്നതിലൂടെയും അങ്ങനെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ കടലിലേക്ക് തള്ളുന്നതിലൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീവികളുടെ ഘടനയും കാര്യങ്ങളും ഒക്കെ മാറി തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ഘടനാപരമായ വ്യത്യാസം വരുമ്പോഴാണ് ഇത് ശരിക്കും അതിജീവനത്തിനൊക്കെ ആയിട്ടും ഈ പുറത്തേക്ക് വരുന്നതെന്നാണ് മൂന്നാമത്തെ കാരണം. നാലാമത് എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ കടലിനടുത്തട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലാതെ ഉണ്ടാവുകയോ ഒന്നുകിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ മാറുകയോ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ജീവികൾ കരയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഉപരിതലത്തിലേക്ക് വരുന്നത് കാണപ്പെടുന്നതെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സയൻസ് പൊതുവെ പറയുന്നത്. എങ്കിലും മറ്റൊരു സൈഡിൽ നമ്മുടെ വിശ്വാസം നമ്മൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കരുതുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ജീവി വരുമെന്നും ആ ജീവി ലോകത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ജീവിയാണെന്നും അതിനുള്ള സമയമായെന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വലിയ 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 സിദ്ധാന്തങ്ങളുമൊക്കെ ഉണ്ടാക്കി. അതായത് പല കാര്യങ്ങളുമായിട്ട് ഇവർ കൂട്ടിക്കെട്ടും. ഇപ്പോൾ ഇവർ ട്രംപ് അധികാരത്തിൽ വന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടിക്കെട്ടി വിശ്വസനീയമായ കുറേ കഥകൾ ഉണ്ടാക്കി പബ്ലിക്കിലേക്ക് വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകളുടെ ഭാഗമായിട്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള കഥകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളും വരുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭയപ്പെടത്തക്ക വിധം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരോടായിട്ട് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിനായിട്ട് നമ്മുടെ ഭൂമിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.